നമ്മളെ എതിർക്കുവാനും നശിപ്പിക്കുവാനും ആരോപണങ്ങളും അക്രമങ്ങളും അതേപോലെ തന്നെ പരോക്ഷമായ പ്രവർത്തനങ്ങളും കൊണ്ട് സദാസമയവും നമ്മെ പ്രയാസപ്പെടുത്തുവാനും മാനസികമായ സംഘർഷത്തിലാക്കുവാനുമുള്ള ശത്രുക്കൾ, അത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ പല നിലക്കുള്ള എതിരാളികളുണ്ടാവും. കുടുംബത്തിലുണ്ടാവാം, നാട്ടിലുണ്ടാവാം, രാഷ്ട്രീയത്തിലുണ്ടാവാം, നമ്മുടെ കച്ചവട രംഗത്തുണ്ടാകാം, ഏത് രംഗത്തും ഉണ്ടാകാം. എല്ലാ സമയവും ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോകും, ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് നടക്കുകയാണോ എന്ന് ചിന്തിക്കുമാറ് മുഴുവൻ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഇളക്കങ്ങളും അനക്കങ്ങളും ചലനങ്ങളും നിരീക്ഷിച്ച് എവിടെയാണ് നമ്മെ ഏതെങ്കിലും തരത്തിലൊന്ന് മാനസികമായി പ്രയാസപ്പെടുത്താൻ പറ്റുക എന്ന സന്ദർഭം നോക്കി എത്രയോ ആളുകൾ ഇത്തരം സംഘർഷങ്ങളെ കൊണ്ട്, ശത്രുക്കളെക്കുറിച്ചുള്ള, എതിരാളികളെക്കുറിച്ചുള്ള വേദന കൊണ്ട്, വിഷമം കൊണ്ട് മാനസിക വിഷാദങ്ങളിലും വിഷാദ രോഗങ്ങളിലും അകപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ എതിരാളിയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നതിൻ്റെ ഇസ്ലാമിക മാനം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ശക്തനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷിതാവും പരിപാലകനും അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൽ അഭയം തേടുക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം. കാരണം പരോക്ഷമായി നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെ കണ്ടെത്തുവാനും അയാളെ പ്രതിരോധിക്കുവാനുമെല്ലാം നമുക്ക് വളരെ പരിമിതികളുണ്ട്. മാത്രമല്ല, വളരെ തെറ്റായ ഇസ്ലാമിക വിരുദ്ധമായ സമീപനങ്ങളിലൂടെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ അതേ നാണയത്തിൽ ഒരുപക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് പ്രതിരോധിക്കലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവപൂർവ്വം നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഫലഖ്. ശത്രു ഉണ്ടാകുന്നത് തന്നെ അസൂയയിൽ നിന്നാണ്. നമ്മുടെ വളർച്ചയിലോ നമ്മുടെ പുരോഗതിയിലോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും നേട്ടങ്ങളെക്കുറിച്ച് അയാൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. സഹിക്കാൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ സഹോദരനാവാം, നമ്മുടെ സഹോദരിയാവാം, ബന്ധുവാവാം, ആരുമാവാം. സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. നമ്മൾ നശിച്ചു കാണാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം, നശിക്കാതിരിക്കുമ്പോൾ നശിപ്പിക്കാൻ എന്താണ് മാർഗം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതാണ് ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്. റബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിനോട്. ഈ ആകാശഭൂമികളുടെ സഞ്ചാരങ്ങളെ നിയന്ത്രിച്ച് രാപ്പകലുകളെ മാറ്റാൻ കഴിയുന്ന, ഇരുട്ടാർന്ന രാത്രിക്ക് സന്തോഷകരമായ ഒരു പ്രഭാതത്തെ സൃഷ്ടിക്കാൻ പറ്റുന്ന അള്ളാഹുവോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. എനിക്ക് എന്തൊക്കെ പേടിയുണ്ടോ ആ പേടിന്നൊക്കെ അള്ളാഹുവേ നീ എനിക്ക് സുരക്ഷ തരണം. മിൻ ശർരി മാ ഹലക, സൃഷ്ടിച്ചതിൻ്റെ കെടുതിൽ, നിന്റെ സൃഷ്ടികൾ, നിന്റെ പടപ്പുകൾ, നീ സൃഷ്ടിച്ചുണ്ടാക്കിയ വസ്തുക്കൾ ഏതും എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. ഒമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുട്ടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും. ഒമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന എന്തെല്ലാം മന്ത്രവാദികളും ഹോമങ്ങളും അതേപോലെ തന്നെ മാട്ടുമാരണങ്ങളും എന്തെല്ലാം പരിപാടികളുണ്ടോ എന്നെ നശിപ്പിക്കാൻ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർമന്ത്രവാദികളിൽ നിന്നും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ ആ അസൂയയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. ഒരു ശത്രു നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഇന്നൊരു പക്ഷേ ധാരാളം ആളുകൾ അന്ധവിശ്വാസങ്ങളിലേക്കും അതേപോലെയുള്ള ക്രിയകളിലേക്കും പൂജകളിലേക്കും കർമ്മങ്ങളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ശത്രുദോഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു വലിയൊരു വിഷയമാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ അള്ളാഹുവിൽ അഭയം തേടിയാൽ പിന്നെ ആശങ്കക്ക് വകല്ല. അതുകൊണ്ടത് രാത്രി ഉറങ്ങുമ്പോഴും നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ ഈ സൂറത്ത് ഓതണം. അതൊന്ന് മനസ്സിൽ തട്ടി ഈ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളൊക്കെ വെച്ച് അള്ളാഹുവോട് ആത്മാർത്ഥമായി എനിക്ക് കാവൽ തരണേ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കാരണം എന്താ അറിയൂ, ശത്രു എല്ലാ രംഗത്തും പ്രവർത്തിക്കും. നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ, നമ്മുടെ വിവാഹങ്ങൾ ഇല്ലാതാക്കാൻ, നമ്മുടെ സാമ്പത്തിക സോഴ്സുകൾ ഇല്ലാതാക്കാൻ, നമ്മുടെ അഭിമാനം തകർത്താൻ, നമ്മുടെ മാന്യത ഇല്ലാതാക്കാൻ, എന്തിനൊക്കെ ശ്രമിക്കും, നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഒക്കെ ശ്രമിക്കാനും. അപ്പോൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി ഈ സൂറത്തുകളിലൂടെ, അള്ളാഹു പഠിപ്പിച്ച വചനങ്ങളിലൂടെ നമ്മൾ കാവലിന് തേടുക എന്നുള്ളതാണ്. രണ്ടാമത് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ക്ഷമിക്കണം. ഒരിക്കലും ശത്രു എന്ത് നമ്മളോട് ചെയ്താലും ആ ചെയ്യുന്നതിൻ്റെ ഒക്കെ നമുക്ക് യേശുന്നുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നാൽ ശത്രു സന്തോഷിക്കുകയല്ലേ ചെയ്യാം. അവിടെ ശത്രു എന്ത് ചെയ്താലും നമുക്കൊന്നും പറ്റണില്ല, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. ആ നിലക്ക് ക്ഷമയോടുകൂടെ നിലകൊള്ളാൻ പറ്റണം. വത്തത്തക്കു, സൂക്ഷ്മത പാലിക്കണം. എന്തു തന്നെ ദുരാരോപണങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും,
എന്താ അതേ നാണയത്തിൽ ഒരു ആരോപണം പറഞ്ഞാൽ നാളെ അള്ളാഹിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തഖ്വ കൈവിട്ടുകൊണ്ടുള്ള ഒരു പോരാട്ടം ശത്രുവോട് നടത്തരുത്. അങ്ങനെയാണെങ്കിൽ ഒരു ശത്രു മാത്രം മതി നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ. അയാളെ പ്രതിരോധിക്കാനുള്ള അവിഹിതത്തിൻ്റെയും അനിസ്ലാമികവുമായ വഴികൾ നാളെ നമുക്ക് നരകം വാങ്ങിത്തരുന്നതായിരിക്കും. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യാം. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലാ യദുറുക്കും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്കൊന്നും വരുത്തില്ല. അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹുവാണ് ഈ പറയണത്. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്. അള്ളാഹു നിങ്ങളെ സമഗ്രമായി അറിയുന്നവരാണ്. നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, നിങ്ങളെപ്പറ്റി ആളുകൾ എന്തൊക്കെ പറയണു, ഇതൊക്കെ അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷ്മത പാലിച്ച് ക്ഷമിച്ച് കഴിഞ്ഞുകൂടിയാൽ നിങ്ങളുടെ ശത്രുവിൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. വെറുതെ ബേജാറായി ടെൻഷൻ അടിച്ച് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് ജീവിതം കളയണ്ടെന്നാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത്, നമ്മളെന്താ ഇപ്പോൾ ശത്രുവിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളുണ്ടായാലും നമ്മുടെ മാനസിക നിലക്കൊരു തകരാറും വരരുത്. നമ്മൾ അതിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് ബുദ്ധിമുട്ടി അത് മറ്റുള്ളവരോട് പറഞ്ഞാകെ അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നാണ്. കാരണം ഖുർആൻ പറയുന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. വലാ യഹീഖുൽ മക്റു സയ്യി ഇല്ലാ ബി അഹ്ലിഹി. ചീത്ത കുതന്ത്രം, അതായത് പ്രത്യക്ഷമായി ഏറ്റുമുട്ടാൻ സാധാരണ എതിരാളികൾ തയ്യാറാവാൻ ഉള്ളുകൂടിയുള്ള പണിയെടുക്കുക, അതിന് കുതന്ത്രം എന്നാ പറയാം. വലാ യഹീഖുൽ മക്റു സയ്യി ഇല്ലാ ബി അഹ്ലിഹി. ചീത്ത കുതന്ത്രങ്ങൾ ആരാണോ ഉപയോഗിക്കുന്നത് അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ്. നമുക്ക് എതിരെ വെക്കുന്ന എല്ലാ കാര്യങ്ങളും അവനിലേക്ക് തിരിച്ചു വന്ന് പതിക്കുമെന്നാണ്. നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അപമാനിതനാവും. നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അക്രമത്തിന് ഇരയാകും. നമ്മൾ വെറുതെ മിണ്ടാതെ ക്ഷമിച്ചും സഹിച്ചും നിന്നാൽ മാത്രമായി. മറ്റൊരു കാര്യം അള്ളാഹുൽ തവക്കുലാക്കലാണ്. നാലാമത് തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വിഷമവും ബുദ്ധിമുട്ടും നമുക്ക് വന്നു, എന്ത് വന്നാലും നിങ്ങൾ നമ്മളെ കൊണ്ട് കഴിയണത് അതിൽ ചെയ്യുമല്ലോ. നമ്മളെ കൊണ്ട് എന്താണോ അതിൽ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്തിരിക്കും. അതൊരു മനുഷ്യനാണ്. അത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ആ കാര്യങ്ങൾ നിറവേറിക്കൊള്ളണമെന്നില്ല, നമ്മുടെ കൈപ്പിടുത്തത്തിൽ ഒതുങ്ങിക്കൊള്ളുന്നില്ല. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ആകെ ചെയ്യാനുള്ള ടെൻഷൻ അടിക്കുക, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ഉറങ്ങാതിരിക്കുക, അതിന് പോണ്ടാന്ന്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്തോ അത് ചെയ്ത് കഴിഞ്ഞാൽ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ബാക്കി എന്താ വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് നോക്കട്ടെ എന്ന് തീരുമാനിച്ച് ശത്രുവിനെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അള്ളാഹ് നോക്കിക്കോളും. നമ്മുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെയ്തു വെച്ച് ബാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഇതിനെപ്പറ്റി പിന്നെ ഒരു ആലോചന ഉണ്ടാവില്ല. പിന്നെ ഇനി എന്താ വരിക, അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ, അവിടുന്ന് എന്തെങ്കിലും ചെയ്യൂ, ഈ പ്രശ്നം വരുമ്പോൾ എൻ്റെ കുട്ടികളെ കല്യാണം വരുമ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ പുതിയ കട തുടങ്ങുമ്പോൾ എന്തെങ്കിലും ചെയ്യൂ എന്നൊന്നും ആലോചിക്കണ്ട. ബാക്കി അള്ളാഹുവിന് വിട്ടു കൊടുത്തിട്ട് നമ്മൾ ക്ഷമയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല പിന്നെ പ്രത്യേകം അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാണ് ശത്രുവിനെ കുറിച്ച് വെറുതെ ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ ആലോചനകളും നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. മാത്രമല്ല മറ്റൊന്ന് പറഞ്ഞത്, ഇഖ്ലാസോടുകൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക, മടങ്ങുക. കാരണം നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നതിൽ നമ്മുടെ ചില പങ്കുകൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ നാവൊന്ന് പിഴച്ചു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അയാളെ നമ്മളൊന്ന് അനാദരിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ എപ്പോഴെങ്കിലും അയാൾക്ക് തെറ്റിദ്ധരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് വല്ല മുസീബത്തും പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകൾ സമ്പാദിച്ചതാണ്. നമുക്കൊരു ചെറിയ പങ്കുണ്ടാവും. അപ്പോൾ ആ പങ്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ തിരുത്തണം. അതെന്തായാലും നമ്മൾ തിരുത്തണം. അള്ളാഹുവോട് പശ്ചാത്തപിക്കണം. എപ്പോഴെങ്കിലൊക്കെ ഒരു വാക്കിലോ കാര്യങ്ങളിലൊക്കെ ഒരാളെ ദേഷ്യം പിടിപ്പിച്ച് ശത്രുവാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളിത്ത് വന്നൊരു അപാകതയാണെങ്കിൽ വളരെ താഴ്മയോടുകൂടെ അതൊന്ന് വിട്ടു പുറത്ത് മാപ്പാക്കി തരാൻ വേണ്ടി പറഞ്ഞാൽ അത് അവിടെ തീരും. ഒരു ജീവിതകാലം മുഴുവനും അയാളോട് പോരടിച്ച് നമ്മുടെ ആയുസ്സും സമയവും സമ്പത്തും കളയുന്നതിനേക്കാളും നല്ലത് ഒരു വാക്കുകൊണ്ട് തിരുത്തലായിരിക്കും. തിരുത്തിയാൽ തീരുന്ന വിഷയമാണെങ്കിൽ തിരുത്താനുള്ളൊരു ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് വരുന്ന മുസീബത്തുകളിൽ നിങ്ങൾക്കൊരു പങ്കുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല പലപ്പോഴും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ശിർക്കിനെ പറ്റിയുള്ള പ്രാർത്ഥന പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അല്ലാഹുവേ. അതേപോലെ തന്നെ ഞാൻ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ, ഏത് കാര്യങ്ങളിലും ഉണ്ടാവും, അങ്ങനെ അറിയാതെയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യുക, ഒന്ന് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണ്. പിന്നെ ഏതൊരു പ്രതിസന്ധിയെ മറികടക്കുവാനും ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു പരിഹാര മാർഗ്ഗമാണ് എന്താ, നിങ്ങൾ സ്വതക്ക നൽകുക.
നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. നമുക്ക് ദോഷകരമായ എന്ത് കാര്യങ്ങൾക്കും, രോഗചികിത്സക്ക് വരെ സദക്ക പറഞ്ഞിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാണ് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പിശാചാകുന്ന ശത്രുവിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? ഇസ്തിആദത്താണ്, അള്ളാഹുവിന്റെ രക്ഷ തേടലാണ്. എന്നാൽ അല്ലാത്ത മനുഷ്യരായ ശത്രുക്കളോട് അവനെ പ്രതിരോധിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ച മാർഗം വല തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു നമ്മളോട് കാണിക്കുന്നത് മുഴുവനും തിന്മയാണ്. അപ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ നമ്മളും അതേ തിന്മ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ല, മറിച്ച് എന്ത് ചെയ്യണം? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നീ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അതൊരു വല്ലാത്ത കാര്യമാണ്. കാരണം നമ്മളോട് എതിരാളിയായ ഒരാൾ, അയാളുടെ ഒരു അവസരം നമ്മളെത്ത് വരിക. അപ്പം അയാൾ എന്താ പ്രതീക്ഷിക്കുക? ഈ ചാൻസ് എനിക്കെതിരെ അവൻ ഉപയോഗിക്കുമെന്ന് ഉറപ്പായിട്ട്. അങ്ങനെയാണ് അയാൾ നമ്മളെത്ത് വരിക. എന്നാൽ യാതൊരു പരിഭവവും ശത്രുതയില്ലാതെ അവൻ്റെ കാര്യം അങ്ങ് ഏറ്റെടുത്തിട്ട് അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മൾ പ്രതികരിച്ചത്. ഞാൻ അവനോട് ഇതുവരെ ചെയ്ത എല്ലാ ശത്രുതക്കും പകരം ചോദിക്കാൻ നമ്മുടെ കാൽക്കീഴിലേക്ക് അവൻ വരുമ്പോൾ ഒരു വിശാലമായ വിട്ടുവീഴ്ച. അങ്ങനെ നിനക്ക് അവനുമെതിരെ ശത്രുതയുണ്ടെങ്കിലും കഅന്നഹു വലിയുൻ ഹമീം, ഏറ്റവും ഉറ്റമിത്രമായി മാറുന്നതാണ്. പക്ഷെ അതൊക്കെ വളരെയധികം അങ്ങേയറ്റത്തെ മാനസിക വിശാലതയുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ പലപ്പോഴും ചെറിയൊരു മാനസിക അകലം ഒരാളോട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാളോട് പരമാവധി വിട്ടുക്കാനാണ്, അയാൾ വരുന്നിടത്ത് മാറിക്കാനും അയാളൊന്ന് ബന്ധപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയല്ല എന്നാണ്. അങ്ങനെ ഒരു ശത്രു ഉണ്ടെങ്കിൽ പരമാവധി അവനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ബന്ധപ്പെടാനും നന്മകൾ ചെയ്യാനും അവനെ കൂടുതൽ അവനിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും ആ ശത്രുതയിൽ കുറ്റബോധമുണ്ടാവുകയും ആ ശത്രുത അവസാനിച്ചു പോവുകയും ഒരുപക്ഷെ മറ്റാർക്കുമില്ലാത്ത ആത്മബന്ധം അയാൾക്ക് നമ്മളിലൂടെ ഉണ്ടായിപ്പോവുകയും ചെയ്യുമെന്നാണ്. അവസാനമായി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നിഷ്കളങ്കമായി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, നിഷ്കളങ്കമായി. എന്താ തൗഹീദ് സുഹൃത്തുക്കളെ? ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും പടച്ചോനെ വിട്ടിട്ട് എങ്ങോട്ടും പോണ പരിപാടിയില്ല. അള്ളാഹുവോട് പറഞ്ഞ് ക്ഷമയോടെ കാത്തു നിൽക്കുക. ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിനെ നീക്കി തരാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അത് ആണ് തൗഹീദ്. അള്ളാഹ്ക്കേ നീക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളതിന് വേണ്ടി ഒരു പരിഹാരത്തേക്ക് പോരുത്. എന്തൊക്കെ മന്ത്രവാദങ്ങളും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് സുഹൃത്തുക്കളെ. ഒരു ശത്രു ഈ സിഹിറുണ്ടല്ലോ, അത് മിക്കവാറും അത് ചെയ്യുന്നവരൊക്കെ എന്താ വെച്ചാൽ തങ്ങളുടെ ഒരു എതിരാളിയെ പരാജയപ്പെടുത്താനാണ് എല്ലാ നിലക്കും ചെയ്യുന്നത്. എനിക്കൊക്കെ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഇതൊക്കെ ചെയ്യുന്നതാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹു അല്ലാത്തവരിൽ നിന്നും ഒരു നിലക്കുമുള്ള ഉപദ്രവവും നമുക്ക് വരുത്താൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും സാധ്യമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് കരുതണം. പിശാചിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നമുക്ക് വരും. പക്ഷെ പിശാചിനെ പ്രതിരോധിക്കാൻ ശിർക്കിന്റെ വഴികളെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിനക്കൊരു ഹൈറ് വിചാരിച്ചാലോ അതിനെ തടുക്കാനും ആർക്കും പറ്റില്ല എന്നാണ്. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, തൻ്റെ അടിമകളെ ഉദ്ദേശിക്കുന്നവരെ അവനത് ബാധിപ്പിക്കുന്നു. വഹുവൽ ഗഫൂറുർ റഹീം, അവനെല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു സമയവും സന്ദർഭമൊക്കെ വെറുതെ നമ്മളെ എവിടെയോ കിടന്ന് നമ്മളെ എതിർക്കുന്ന ആളുകളെ ആലോചിച്ച് ഉറങ്ങാതെ ആലോചിച്ച് അതിനെപ്പറ്റി മാത്രം സുഹൃത്തുക്കളോടും ഭാര്യയോടും കുട്ടികളോടും അതിനെപ്പറ്റി മാത്രം പറഞ്ഞ് ഒരു ഒരു എതിരാളിയെ നേരിടാൻ വേണ്ടി മാത്രം നമ്മുടെ സമ്പത്തും ആയുസ്സും സമയവും ജീവിതവും ചെലവഴിക്കുന്നതിന് പകരം ഇസ്ലാമികമായ ഈ പ്രതിരോധ മാർഗങ്ങളെ സ്വീകരിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. എല്ലാറ്റിലും ഇസ്ലാമിൽ പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങളെ സ്വീകരിച്ച് സമാധാനവും സന്തോഷവുമുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാർത്ഥത, നിഷ്കളങ്കത. ആത്മാർത്ഥമായ ഒരു ഉദ്ദേശം, അതിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും മാത്രമേ ആ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യം കാണുകയുള്ളൂ. നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കാനും അതേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി കാര്യങ്ങൾ എന്താണെങ്കിലും, നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ഉദ്ദേശം നിഷ്കളങ്കമായ അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി അതുമാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പരമാവധി നമുക്കതിൽ അബദ്ധങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ നമ്മൾ വെക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു സ്വത്ത് ഓഹരിക്കുകയാണെങ്കിലും, നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ പാർട്ടീഷൻ നടക്കുകയാണെങ്കിലും, ഒരു വിവാഹം എന്താണെങ്കിലും അവിടെയെല്ലാം നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഒരു സതുദ്ദേശം, അങ്ങനത്തെ ഒരു മനസ്സ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടായിപ്പോകുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ മനസ്സിൻ്റെ ആ നിഷ്കളങ്കതയില്ലായ്മക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ കാര്യങ്ങളെയും പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള എതിരാളികളെയും ശത്രുക്കളുടെയും ദോഷങ്ങളിൽ നിന്ന്, വിപത്തുക്കളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. എല്ലാവരോടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും മാനുഷിക ബന്ധത്തിലും ജീവിക്കുവാനുള്ള വിശാല മനസ്സും വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗികളായ ധാരാളം ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട അള്ളാഹുയുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ബന്ധുക്കൾക്ക് അള്ളാഹുവെ നീ സമാധാനത്തെയും സന്തോഷത്തെയും രോഗശമനത്തെയും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ.